സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളർ വേണ്ടേ. നമുക്ക് സോപ്പിന് കുറച്ച് കളർ ഉണ്ടെങ്കിലല്ലേ ഭംഗി ഉണ്ടാവും. അതിന് വീട്ടിൽ തന്നെ എങ്ങനെ കളർ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് ശംഖുപുഷ്പം എടുത്തിട്ട് അതൊന്ന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ നമുക്കിനി സോപ്പ് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ ഇത്രയും സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് സോപ്പ് ബേസിൻ, വൈറ്റമിൻ ഗുളിക, പനിനീര്, ഗ്ലിസറിൻ, എസൻഷ്യൽ ഓയിൽ, പിന്നെ കറ്റാർവാഴ ജെല്ല്. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ശംഖുപുഷ്പം അതിൻ്റെ കളറാക്കി എടുത്തിട്ടുണ്ട് തിളപ്പിച്ചിട്ട്. അതിനെ ഒന്ന് മാറ്റിയിട്ട് ക്ലീനാക്കണം. അതിന് ശേഷം നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചതിന് ശേഷം വേണം സോപ്പ് ബേസിൻ കഷ്ണങ്ങളാക്കിയിട്ട് മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഓരോന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ കളറ് നോക്കണ്ടേ. ഇതിങ്ങനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഉണ്ടാ നല്ല നീല കളറ്, ഒരു മായവും ഇല്ലാതെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന കളറാണ് ശംഖുപുഷ്പത്തിൻ്റെ, നീല ശംഖുപുഷ്പം. കറ്റാർവാഴ മെയിനായിട്ട് നമ്മൾ കറ്റാർവാഴ ഉപയോഗിക്കും. വീട്ടിൽ നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് നല്ലോണം കറ്റാർവാഴ എടുക്കണം. അത് നമ്മൾ അതിൻ്റെ ഒരു കറ കളയാൻ വേണ്ടിയിട്ട് നേരത്തെ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ സൈഡ് മുറിച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊന്ന് കളഞ്ഞിട്ട് വെച്ചാണ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. വാഴേൻ്റെ ജെല്ല് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറ്റാർവാഴയാണ്. അത് നാളിങ്ങനെ അതിൻ്റെ തോല് കളഞ്ഞിട്ട് ഇതിൻ്റെ ജെല്ല് ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് കറ്റാർവാഴ ജെല്ല്, നല്ല ശുദ്ധമായ ജെല്ല്, ഒരു മായമില്ലാത്ത ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചിട്ട് കുറച്ചും കൂടെ ലൂസാക്കാം. കറ്റാർവാഴ ജെല്ല് റെഡി. സോപ്പ് ബേസിൻ ചെറിയ പീസുകളാക്കി കഷ്ണാക്കാം. എന്നിട്ട് വെള്ളമില്ലാത്തൊരു പാത്രത്തിലേക്ക് വേണം അതിടാൻ. അത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് മെൽറ്റ് ചെയ്യണം. നമുക്ക് വെള്ളമില്ലാത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ച് വേണം സോപ്പ് ബേസിൻ മെൽറ്റ് ചെയ്തെടുക്കാൻ. വെള്ളം ഇപ്പം നന്നായി തിളച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ സോപ്പ് ബേസിൻ ഇറക്കി വെച്ചു പാത്രം. നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ സോപ്പ് ബേസിൻ മെൽറ്റാവാൻ തുടങ്ങി. ഉണ്ടോ? വെള്ളം തിളക്കുന്നതിനനുസരിച്ച് ഇത് മെൽറ്റായിക്കൊണ്ടേയിരിക്കും. നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുക്കാം. നമ്മുടെ സോപ്പ് ബേസിനിവിടെ മെൽറ്റായിട്ട് പെട്ടെന്ന് കിട്ടി. ഉണ്ടോ? ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ സാധനങ്ങളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓഫാക്കി വെച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് കട്ടയാവുന്നതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഓരോ സാധനങ്ങളും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കറ്റാർവാഴ ജെല്ല് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കി സോപ്പ് ബേസുമായിട്ട് മിക്സാക്കാം. അടുത്ത് നമ്മൾ റോസ് വാട്ടർ ഒഴിക്കുകയാണ്. ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. റോസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സ്വല്പം ഗ്ലിസറിനും ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് കളറിന് ആവശ്യമായ ശംഖുപുഷ്പത്തിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. എത്ര കളർ ആവശ്യമുണ്ടോ അത്രയും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉണ്ടോ? ഇപ്പോൾ സോപ്പ് ബേസിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയില്ലേ. ഇനിയും നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും യൂസ് ചെയ്യാം. അടുത്തതായി നമ്മൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ചേർക്കാൻ പോവാണ്.
ഇതിൽ നമ്മൾ 3 വൈറ്റമിൻ ടാബ്ലറ്റാണ് ചേർത്തിട്ടുള്ളത്. ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ചേർക്കാം. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് മണത്തിനാവശ്യമായ കുറച്ച് എസൻഷ്യൽ ഓയിൽ ചേർക്കാം. ഇനി നമ്മൾ ഈ മോൾഡിലേക്കാണ് സോപ്പ് ബേസിന് ഒഴിക്കുന്നത്.